ഹലോ പ്രിയപ്പെട്ടവരെ, പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞാന് പച്ചക്കറി കൃഷി തുടങ്ങാനുണ്ടായ സാഹചര്യവും അത് എനിക്ക് തന്ന ഗുണങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പച്ചക്കറി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണം ഇതിൽ നിന്ന് നമുക്ക് ആദ്യമൊക്കെ കുറേശ്ശെ വിളവുകളെ കിട്ടുകയുള്ളൂ. 2 പയറോ 4 പച്ചമുളകോ 2 തക്കാളിയോ 2 വെണ്ടയ്ക്കോ അങ്ങനെ കുറേശ്ശെ മാത്രം കിട്ടുമ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചിട്ട് പലരും പിന്മാറാറാണ് പതിവ്. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയാതെ ഈ പച്ചക്കറി കൃഷി ചെറിയ രീതിയിലാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പച്ചക്കറി കൃഷി ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കുമ്പോൾ അത് കണ്ടു കഴിയുമ്പോഴേ എന്റെ മനസ്സ് മടുത്തു പോകും. പിന്നെ ആ കറി ഉണ്ടാക്കി കഴിക്കാനും എനിക്ക് തോന്നാറില്ല കേട്ടോ. അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ തോന്നിയിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ ഇതാണ് കാരണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വീടുകളിൽ നിന്ന് ഇത്തിരി പച്ചക്കറി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. 2 പയറോ അല്ലെങ്കിൽ 2 കത്തിരിക്കോ ഒക്കെ കിട്ടുമ്പോൾ അതൊന്നും നശിപ്പിച്ചോ പാഴാക്കി ഒന്നും കളയാതെ അതുകൊണ്ട് നല്ലൊരു അടിപൊളി കറി, പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി കറിയും കൂടെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ആ കറി ശരിക്കും നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് കേട്ടോ. ഞാനിത് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അതിന്റെ റെസിപ്പിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേഗം വാ, നമുക്ക് വീഡിയോ കാണാം. ഇവിടങ്ങളിലെ ആളുകൾ കൂടുതൽ 100 രൂപയുടെ പച്ചക്കറി ഇതുപോലെ ഒരുമിച്ച് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലെ അമ്മച്ചിക്കും അതെ, ഇതുപോലെ ഇടയ്ക്ക് മുറത്തിൽ നിറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് കാണുന്നത് ഒരു ഇഷ്ടമാണ്. വാങ്ങിക്കുന്നില്ലേന്ന് ചോദിക്കും ഇതുപോലെ ഒരുമിച്ച്. എനിക്കാണെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഈ അഴുകി തുടങ്ങാറായ പച്ചക്കറി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് കാണുമ്പോഴേ എൻ്റെ മനസ്സ് മടുക്കും കേട്ടോ. കാരണം ഈ അഴുകി തുടങ്ങാറായ പച്ചക്കറിക്ക് ഫ്രഷ് പച്ചക്കറിയുടെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ കൃഷി ചെയ്ത് കുറേശ്ശെ പച്ചക്കറിയൊക്കെ കിട്ടി പാചകം ചെയ്ത് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ. അപ്പൊ ഞാനിങ്ങനെ കുറേശ്ശെ പച്ചക്കറി കിട്ടുമ്പോഴേ അതെല്ലാം കൂടെ കൂട്ടി ഒരു പെട്ടെന്നൊരു കറിയാക്കൂട്ടോ. പിന്നെ ഞാനൊരു തീയിൽ വെക്കാൻ പോവുകയാണ്. ഒരു 2-3 കോവയ്ക്കയും 4 പയറും അതുപോലെ ഒരു സവാളയും 2 കത്തിരിക്കയും കൂടെ കരിഞ്ഞ റെഡിയാക്കി വെച്ചു. കത്തിരിക്കയുടെ കറ പോകാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. കൂടെ ടേസ്റ്റിന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് 2 നമുക്കിവിടെ ഉണ്ടായതാണ്. ഞാൻ സവാളയും തക്കാളിയും മാത്രമാണ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ വാങ്ങിച്ച പച്ചക്കറി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കറിയാലോ, എല്ലാവരും തീയിലുണ്ടാക്കുന്നത് പോലെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു ടിപ്പ് നമ്മൾ ചെയ്യുന്നതോട് നമുക്ക് പെട്ടെന്ന് ഈ കറി റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചട്ടി ചൂടായി ഒഴിച്ച് സവാള ഇട്ട് പച്ചമുളകും സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് വഴുതനങ്ങ കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. കറിക്ക് ആവശ്യമായ പുളിവെള്ളം ഇപ്പം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിനി ബാക്കി കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളവും അതിന് വേണമെങ്കിൽ ഉപ്പും ഒക്കെ ചേർത്തിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കഷ്ണങ്ങൾ ഇട്ടാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ പറഞ്ഞല്ലോ. ഇത് വെണ്ടയ്ക്കയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. വെണ്ടയ്ക്കയും സവാളയും കത്തിരിക്ക വഴുതനങ്ങയൊക്കെ നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റി ചേർക്കുന്നതാണ് നല്ലത്. അപ്പം ഇതിങ്ങനെ കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് നല്ല ഫ്ലെയിം ഇട്ട് തന്നെ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. വെന്ത് വരുമ്പോഴേ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പിലാണ് കേട്ടോ ടിപ്പിരിക്കുന്നത്. ചിരകി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഉണങ്ങിയ തേങ്ങ മിക്സിയിൽ പൊടിച്ചെടുത്ത് വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രീസറിലോ സാധാരണ നോർമൽ ഫ്രിഡ്ജിൽ താഴെയോ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 തേങ്ങയ്ക്ക് ഒരു 4 വെളുത്തുള്ളി, 2 കൊച്ചുള്ളി, ഉലുവ, ജീരകം, കുരുമുളക് എല്ലാം കൂടെ ഒരു 1/2 സ്പൂണോ കുറച്ച് കറിവേപ്പിലൊക്കെയാണ് കേട്ടോ. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തത് കേട്ടോ. അപ്പം ഇത്രയും സാധനം ചേർത്ത് അരച്ച് അരപ്പും കൂടെ ചേർത്ത് കറി റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല തീയലായിരിക്കും. അറിയാലോ, തീയലൊക്കെ ഉണ്ടാക്കി വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന്. അടുക്കളത്തോട്ടത്തിൽ നിന്ന് 1-2 പച്ചക്കറിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് ആരും വേസ്റ്റ് ആക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഇതുപോലെ അരപ്പൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.